Hi everyone. So we are discussing about the forecasting needs of foreign exchange rates. Forecasting എന്താണെന്ന് നമ്മൾ കണ്ടു. Foreign exchange rate എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നു and why it is needed and what are the importance. അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. So we can see what are the methods or techniques for exchange rate forecasting. ഫോർ എക്സ്ചേഞ്ച് റേറ്റിനെ എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യും അതിൻ്റെ മെത്തേഡ്സ് ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടെക്നിക്കൽ അപ്രോച്ച്. അപ്പോൾ ഈ ടെക്നിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു കൺവെൻഷൻ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അവിടെ നമ്മൾ വിചാരിക്കുന്നത് ആൻഡ് അവർ അസംഷൻ ഈസ് ദാറ്റ് ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് എഗെയിൻ. അതായത് ട്രെൻഡ് നോക്കിയിട്ട് മാർക്കറ്റ് ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ടെക്നിക്കൽ അപ്രോച്ചിൽ നമ്മൾ കരുതുന്നത്. പാസ്റ്റ് മൂവ്മെൻറ്റ് ഗിവൻ ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഡോവ് തിയറി ഒക്കെ പഠിക്കാറുണ്ട്. ഡോവ് തിയറിയിലൊക്കെ പറയുന്നത് എന്താണ്, ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ബിയറിഷ് ആൻഡ് ബുള്ളിഷ് മാർക്കറ്റിനെ കുറിച്ചൊക്കെ അറിയാലോ. അപ്പോൾ ആ ട്രെൻഡുകൾ എന്താണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ട്രെൻഡ് ഇങ്ങനെ ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോയി അത് പിന്നെയും ഡിക്ലൈൻ ചെയ്ത് ലോവറിലെത്തി പിന്നീട് അതെന്താണ് ഹയറിലേക്ക് തന്നെ പോകും. അതാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ഒരു 10 ഇയേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ഇനി വരുന്ന ഒരു 10 ഇയേഴ്സിലേക്ക് എങ്ങനെയൊക്കെ മാർക്കറ്റ് മാറും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഡോവ് തിയറിയിലൊക്കെ പറയുന്നത്. സോ ടെക്നിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ മാർക്കറ്റിനെ സ്റ്റഡി ചെയ്യുന്നു ഒരു 20 വർഷത്തെ ആൻഡ് അതിൻ്റെ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്താണ്, ഇറ്റ് കനോട്ട് എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ പ്രിസൈസ് ടേംസ്. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പോഴത്തെ വാല്യൂ ആയിരിക്കില്ല ഫ്യൂച്ചറിലെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. 10 ഇയേഴ്സിൽ എന്ത് നടക്കുന്നുള്ളത് നമ്മളിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുമ്പം ആ വാല്യൂ ഓഫ് ദ മണി വാല്യൂ ഡിമിനിഷിങ് റേറ്റിലാണ് പോകുക. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക്. സോ ദിസ് ഈസ് ടെക്നിക്കൽ അപ്രോച്ച്. സോ our നെക്സ്റ്റ് മെത്തേഡ് ഈസ് ഫണ്ടമെൻ്റൽ അപ്രോച്ച്. അപ്പോൾ ഫണ്ടമെൻ്റൽ അപ്രോച്ചിൽ നമ്മളെന്താ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് എക്കണോമിക് വേരിയബിൾ ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്, ആ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയാം, ഇപ്പം ഇൻഫ്ലേഷനും എക്സ്ചേഞ്ച് റേറ്റും കൂടെ നമ്മൾ അതിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് കൺട്രി, ഫോർ എക്സാമ്പിൾ കൺട്രി എ ആൻഡ് കൺട്രി ബി ആർ ദേ ആൻഡ് ദർ എക്സിസ്റ്റ് ആൻ ഇൻഫ്ലേഷൻ ഓഫ് 5% increased inflation in country A when compared with country B. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് കൺട്രി എൻ്റെത് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇൻഫ്ലേഷനും എക്സ്ചേഞ്ച് റേറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ആൻഡ് ഇഫ് ഇൻഫ്ലേഷൻ റേറ്റ് ഇസ് ലോവർ ദി എക്സ്ചേഞ്ച് റേറ്റ് വിൽ അപ്രിഷിയേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ അപ്രോച്ചിൽ നമ്മൾ ഏതെങ്കിലും ഒരു എക്കണോമിക് വേരിയബിളിനെ വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എന്താണ്, ഇൻഫ്ലേഷൻ ആണെങ്കിൽ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇൻഫ്ലേഷൻ കൂടിയാൽ എക്സ്ചേഞ്ച് റേറ്റ് കുറയും, ഇൻഫ്ലേഷൻ കുറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് കൂടും. തേർഡ് വൺ മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്യൂച്ചർ റേറ്റ് അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റ്, ഫോർവേഡ് മാർക്കറ്റ്, ഇപ്പോൾ ഫോർവേഡിലും സ്പോട്ടിലും ഫ്യൂച്ചറിലും ഒക്കെ പ്രിവെയിൽ ചെയ്യുന്ന ആ റേറ്റിനെ വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് പറയാം, ഇപ്പം US ഡോളറിന് വില കുറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, US ഡോളറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം. എന്തായാലും ഈ ഫ്യൂച്ചറിൽ US ഡോളറിൻ്റെ വാല്യൂ ഇൻക്രീസ് തന്നെ ചെയ്യും, കാരണം അതെന്തൊരു ഹാർഡ് കറൻസിയാണ്. സോ അതെന്തായാലും ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് കമ്പയർ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ റേറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോഴത്തെ റേറ്റ് വെച്ച് ഫ്യൂച്ചറിൻ്റെ റേറ്റിനെ നമ്മൾ താരതമ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്താണ്, നിയർ ഫ്യൂച്ചറിൽ US ഡോളറിന് വില കൂടുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അത് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് പ്രോഫിറ്റ് അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ദ സ്പോട്ട് റേറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോർകാസ്റ്റ് ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ് ദ മാർക്കറ്റ്സ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദ സ്പോട്ട് റേറ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്, മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർത്ത് മെത്തേഡ് ഇസ് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ച്. നമ്മളിപ്പോൾ നേരത്തെ ഒരു 3 മെത്തേഡ്സ് കണ്ടു. ഏതൊക്കെയാണ്, ടെക്നിക്കൽ അപ്രോച്ച്, ദെൻ ഫണ്ടമെൻ്റൽ അപ്രോച്ച് ആൻഡ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച്. അപ്പോൾ മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചിൽ നമ്മൾ ഈ ഒരു 3 അപ്രോച്ചിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡഡ് ഫോമാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അതായത് ഈ 3 രീതിയിലും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഫോക്കാസ്റ്റ് ചെയ്യുന്നു, ഫോറിൻ എക്സ്ചേഞ്ചിനെ ഫോക്കാസ്റ്റ് ചെയ്യുന്നു. ആൻഡ് വി ആർ ഗിവിങ് വെയ്റ്റ് ടു ദോസ് വാല്യൂസ്. ആ വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യുക, വെയ്റ്റ് കൊടുക്കുകയാണ്. ആ വെയ്റ്റഡ് ആയിട്ടുള്ള ആവറേജ് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഫൈനൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മിക്സഡ് ഫോക്കാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ വെയ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. So the result of each technique is multiplied by the weight and then they are total to get the forecast. For example, നമ്മൾ ഇപ്പം വെയ്റ്റഡ് ആവറേജ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ വാല്യൂ ഓഫ് റുപ്പിയുടെ വാല്യൂ നമ്മൾ ഡോളറിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മളത് ടെക്നിക്കൽ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നു. ദെൻ ഫണ്ടമെൻ്റൽ ആൻഡ് മാർക്കറ്റ് ബേസ്ഡ് അപ്രോച്ച് 3 മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ആൻഡ് വി ഗോട്ട് ദ ആൻസർ ആസ് 70, 71 and 70.5. And in mixed forecasting approach, what we need to do is we should give weightage to this values. അപ്പോൾ നമ്മൾ 20%, 30%, 50%. We are giving separate weightages to these values and we should multiply these weightages with the values, with the final values that we arrived at. And finally we should average this. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടിയതുണ്ടോ, 70.55 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് നിയർലി ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ആവറേജ് ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ ഇങ്ങനെയാണ് മിക്സഡ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചിൽ ചെയ്യുന്നത്. 5th മെത്തേഡ് ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അപ്രോച്ച്. അത് സിമ്പിൾ മെത്തേഡാണ്. അവിടെ നമ്മൾ എന്താ, ഡിമാൻഡ് ആൻഡ് സപ്ലൈൻ്റെ ബേസിസ്, മാർക്കറ്റ് ഫോഴ്സസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. 6th one is monetary approach. Monetary approach നമ്മൾ എന്താ ചെയ്യുന്നത്, ദിസ് ഇസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡിമാൻഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അപ്രോച്ച്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ മോണിറ്ററി അപ്രോച്ചിൽ നമ്മൾ എന്താ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഒരു കൺട്രിയുടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്, അവിടുത്തെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ കറൻസി മൂവ്മെൻറ്റ് നടക്കുന്നു. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരുന്നു എന്നാണ്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ മോണിറ്ററി അപ്രോച്ച്. അതായത് ഫ്ലോ ഓഫ് കറൻസി, ഇങ്ങോട്ടേക്ക് കറൻസി വരികയാണ്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് മോണിറ്ററി അപ്രോച്ച്. സോ വി ഹാവ് സീൻ 6 type of approaches or techniques for forecasting foreign exchange.